പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറയാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല, ഞങ്ങളെ ലവ് മാരേജ് ആയിരുന്നു അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അല്ല പിന്നെ അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഒരു കൂട്ടുകാരത്തി ഉണ്ട് ഇവിടെ, ഒരു കൂട്ടുകാരത്തി മീനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൂട്ടുകാരത്തി. അപ്പോൾ അവളിങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് എൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട്, അപ്പം അതിനായിട്ട് കുറച്ചാളായിട്ടുള്ള കമ്പനി. അപ്പം ഞാൻ പറഞ്ഞു വല്ല കുട്ടി ഉണ്ടെങ്കിൽ സെറ്റാക്കി എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അവൾ പറഞ്ഞു ഒരു കുട്ടിയുണ്ട്, ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളോട് കാര്യങ്ങൾ ചോദിച്ച്, അവളല്ല ഇവളോട് കാര്യങ്ങൾ ചോദിച്ച്, അങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് അവളോട് നമ്പറും ഇതൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് വിളിയിട്ട. ഫസ്റ്റ് വിളിയിൽ ഞാൻ നല്ലോണം ഇങ്ങനെ സംസാരിച്ച് വയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് നിന്നിട്ട് പിന്നെ സെറ്റായി വന്നപ്പോൾ ഒക്ടോബർ 2-ാം തീയതി ഒക്ടോബർ 2-ാം തീയതി ഒക്കെ ആയപ്പോൾ എന്നോട് തിരിച്ച് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന് മുന്നായിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു, വലിയ കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല. നിനക്ക് ഇഷ്ടമായില്ല? ഇഷ്ടമൊക്കെ, പക്ഷെ അങ്ങനെ പെട്ടെന്ന് എന്നാലും പറയാൻ പറ്റില്ലല്ലോ, എടുത്ത് ചാടി പറയാൻ പാടില്ലല്ലോ. ഞാൻ നല്ല ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒക്ടോബർ 2-ാം തീയതി ആയപ്പോൾ അവള് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ അവളെ രാത്രി തന്നെ കാണാൻ പോയി. എന്നിട്ട് അവിടെയൊക്കെ ചെന്ന് കണ്ട് കുറച്ച് നേരം കുത്തിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വീട്ടിൽ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. പിന്നെ അങ്ങനെ ഞാൻ പോയി രാത്രി പോയി തിരിച്ചു വന്നു. അന്നെന്ന് വെച്ചാൽ ശരിക്കും രാത്രി ആയതുകൊണ്ട് എൻ്റെ ഇതൊന്നും ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു 5 മണി ടൈമിലൊക്കെ അല്ലേ വന്ന, അപ്പം കണ്ട് സംഭവം മുടിയൊക്കെ വളർത്തിയിട്ട് കണ്ടപ്പോൾ ചില പ്രായമൊക്കെ ഉണ്ടെന്ന് കേട്ടോ. സത്യമായിട്ടും നല്ല പ്രായമുണ്ട് ദീപിക്ക്, 21 വയസ്സായിട്ടുള്ളൂ. അപ്പം അങ്ങനെ വന്ന് ഞാൻ അവളെ വീട്ടിൽ പോയി കണ്ട് അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നീട്ടി വെച്ചില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു വീട്ടില്. പിടിക്കണേ നല്ലതല്ല അമ്മ ഓപ്പണായി പറയണ്ട. നേരെ ഓപ്പണായിട്ട് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ടാ. പിന്നെ അവിടെ നിന്ന് നേരെ പിന്നെ കുറച്ചങ്ങോട്ട് വിളിയും കാര്യങ്ങളൊക്കെ ആയി. വീട്ടിൽ വരവായി, സ്ഥിരം പോട്ടെ വീട്ടിൽ. പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് വിളിയൊക്കെ എനിക്ക് ചെറുതായിട്ട് അങ്ങോട്ട് കുറഞ്ഞു വിളി. പിന്നെന്ന് വെച്ചാൽ അത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിന് മുന്നിൽ തേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ കാര്യം ആലോചിച്ചിട്ട് ഫുള്ള് വിളിക്കുന്നത് പിന്നെ തേപ്പ് കിട്ടിയാൽ നമ്മൾ വെറുതെ കരയേണ്ട കാര്യമില്ലല്ലേ അല്ലേ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ആ വിളി കുറവാണ്. നമ്മളിപ്പോൾ ഇപ്പം കാമുകന്മാരാകുമ്പോൾ ഒരു 9 മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ രാത്രി അല്ല പുലർച്ചെ ഒരു 4 മണി വരെ എന്തായാലും കുറവ്. ഇത് കറക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇപ്പം 8 മണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 9:30 ആകുമ്പോൾ വെച്ചിട്ട് പറയും ഞാളെ പണിയുണ്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകണം. എന്നിട്ട് കാണാൻ ഓൺലൈനിൽ ഇട്ട് ഓരോ വീഡിയോസ് കണ്ടിരിക്കുന്നത്. വേറെ ആരും വിളിച്ചിരിക്കില്ല, ഫുൾ ടൈം ഫോണിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുള്ളൂ. വീഡിയോസും പിന്നെ വേറെ കുറേ കാര്യങ്ങളും എപ്പം നോക്കിയാലും എന്താ പറയുക ഫോണിലാണ്. അതൊക്കെ അത്രയുള്ളൂ. നല്ല കാര്യങ്ങൾ മാത്രം നമ്മങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതായത് നമ്മളെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, പിന്നെ എഡിറ്റിങ് ഒക്കെ വേണ്ടേ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. പിന്നെ നമ്മളിവിടെ ആറാട്ടുപുഴ പൂരം എന്ന് പറയും. അപ്പം അതിന് നമുക്ക് തേര് പോകുന്നുണ്ട് ഇവിടെ നമ്മളെ കോതോളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. അപ്പം അതൊക്കെ ഇങ്ങനെ കാണാൻ പോയി, ഇവിടെ അങ്ങോട്ടൊക്കെ പോയി. പിന്നെ ഞങ്ങൾ പൂരത്തിൻ്റെ കൂടെ നേരെ ആറാട്ടുപുഴയ്ക്ക് നടന്നു പോയി അന്ന് അവിടെ ഇരിക്കണം. അപ്പം ഇവള് പറഞ്ഞു എനിക്കിനി വീട്ടിൽ പോകണ്ടാത്. വീട്ടിൽ പോകണ്ടെന്നല്ല, എൻ്റെ ഇടയിൽ അമ്മേനായിട്ട് കുറച്ച് ഇഷ്യൂ ഉണ്ടായി. അപ്പം എനിക്ക് വിചാരിച്ച് കറക്റ്റ് 18 വയസ്സായി 7 ദിവസം അല്ലേ, 12 18 വയസ്സ് കഴിഞ്ഞിട്ട് 7 ദിവസം ഒക്ടോബർ 2-ാം തീയതി ഒക്ടോബർ 12-ാം തീയതി ആയിരുന്നു പിറന്നാള്. അത് കഴിഞ്ഞിട്ട് 17-ാം തീയതി ഞങ്ങൾ എന്താ പറയുക ഒളിച്ചോടി അവിടുന്ന് നേരെ ഞാൻ കൊണ്ടുവന്ന് ഇവളെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ട് നല്ല ഡ്രസ്സ് ഇട്ട്
എന്നിട്ട് അവളോട് ഒരുങ്ങിക്കാൻ പറഞ്ഞിട്ട് ഞാൻ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പൊ അമ്മ വയ്യാണ്ട് എടുക്കണം, അത് വേറൊരു കാര്യം. അമ്മ വയ്യാണ്ട് എടുക്കണം. അങ്ങനെ ചോറ് വെച്ച് കറി വെക്കാൻ എന്തുട്ടാന്നൊരു ഇതില്ലാണ്ട് നേരെ ആരോടും ഒരു കാര്യം അപ്പൊ പറഞ്ഞു. അച്ഛനോട് പ്രേയർ അമ്പലത്തിൽ പോയിട്ട് തൊഴുത്തിട്ട് വരാട്ടാന്ന് പറഞ്ഞു. തൊഴുതിട്ട് വരാം. നമ്മളോട് പോയിട്ട് വാ, അച്ഛനറിയില്ലല്ലോ. എന്നാലും അവർക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ പോകുന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അപ്പൊ തന്നെ താലിമാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടാ. ഞാൻ താലിമാല മുന്നേ വാങ്ങിച്ചിരുന്നു. അങ്ങനെ കൂട്ടുകാരൻ അപ്പൊ ഞങ്ങളൊരു ചങ്കുണ്ട് കൂട്ടുകാരൻ, ആളെ പേര് സുഗു എന്നിട്ടാ. അപ്പൊ ആളുണ്ടായി എൻ്റെ കൂടെ. ഞങ്ങൾ 3 പേര് ഉണ്ടായുള്ളൂ ഇങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ. അപ്പം അങ്ങനെ നേരെ ഞങ്ങൾ തൃപ്പേറമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്ന് നിന്നിട്ട് കാര്യങ്ങളൊന്നും ഇങ്ങനെ ചോദിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കൂട്ടുകാരനോട്, കൂട്ടുകാരൻ സുഖം ഒന്ന് ചോദിക്കുക പറഞ്ഞു. അപ്പം ആള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് എന്നിട്ട് പറഞ്ഞ് താലി പൂജിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പൂജിക്കാൻ കൊടുത്തിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വായു നമ്മ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള പേപ്പറില്ല, പേപ്പർ തീർന്നിക്കാണ്, പിന്നെ മറ്റുള്ള ആളില്ല എന്ന് പറഞ്ഞു, ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അത് നോക്കാണ്ട് നേരെ ഞങ്ങൾ മുരുകൻ്റെ ഫ്രണ്ടിൽ നിന്ന് താലിയൊക്കെ കെട്ടി പൂജിച്ച് അപ്പം തന്നെ മാലൊക്കെ കെട്ടി അങ്ങനെ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയതിട്ടാ. നേരെ തൃപ്പേറമ്പലത്തിൽ തൊഴുതിട്ടാണ് ഇവളെ വീട്ടിലേക്ക് ഞങ്ങൾ പോയതിട്ടാ. വീട്ടിൽ ചെന്ന് കയറിയപ്പ അമ്മ മുറ്റടിക്കുന്നു. അപ്പൊ അമ്മ ചോദിക്കുന്നു അവിടത്തെ അച്ഛനമ്മനെ ഇതേപോലെ ഇതൊക്കെ പറ്റിച്ചതെന്ന് പറയാണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, അവളെ വീട്ടിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് അച്ഛൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം അച്ഛനെ വിളിച്ച് പറഞ്ഞ് അമ്മ ഇങ്ങനെ മോള് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചാൽ പറഞ്ഞ് എന്നെ എന്ത് ചെയ്യാനാ കേറ്റിക്കോന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ കയറി 5 മിനിറ്റ് അമ്മേനെ ചേച്ചിനൊക്കെ ഉണ്ണീനൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ തന്നെ ഏട്ടൻ്റെ വീട്ടിൽ കണ്ടിട്ടാ നേരെ വന്നിട്ട്. അപ്പം അമ്മ അവിടെ നിൽക്കണ്ടേ. അപ്പം വഴി കൂടെ ഒരു ചേച്ചി നടന്നിട്ട് സുമ ഇതായിരുന്നു ചേച്ചി. അപ്പം പറഞ്ഞു എൻ്റെ മോൻ കല്യാണം കഴിക്കണ്ടെന്ന പെണ്ണെന്ന് പറഞ്ഞിട്ട് നേരെ ഞങ്ങളെ കാവിൽ കൊണ്ടുവന്നിട്ട് അവിടെ കാലിലൊക്കെ ഫസ്റ്റ് കൊണ്ടുവന്ന് കാവിലൊക്കെ കയറ്റി തൊഴുത് നേരെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ പായസം പറയണോ ലഡു അങ്ങോട്ട് കൂടെ ഒക്കെ കഴിച്ച്. പിന്നെ എനിക്ക് ചീത്ത കിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ കെട്ടിയത് ചുരിദാറിട്ടിട്ടാ, പട്ടുപാട നേരത്തുള്ള ഒരു ടെൻഷനും കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെയാണ് അല്ലേ. അപ്പൊ കൊറേ ചീത്ത ഇട്ടിട്ടാ, നിനക്ക് എന്താ ബോധമില്ല കൊറേ ആൾക്കാർ ചീത്തൊക്കെ പറഞ്ഞു. കുറച്ച് നേരത്തിന് വരാണെങ്കിൽ ഞാൻ റെഡി ആക്കി തന്നെ. അതായത് നമ്മളെ കാര്യത്തിനല്ല ചീത്ത പറഞ്ഞു, ഡ്രസ്സിന്റെ ഞങ്ങളെ ഡ്രസ്സിന്റെ കാര്യത്തിന് നല്ലോണം ചീത്ത പറഞ്ഞു. ഏട്ടൻ്റെ അല്ല എൻ്റെ ഏട്ടാ, ഞാൻ ചുരിദാറിട്ടാണ്ട് ഈ മനുഷ്യനിക്ക് സാരി മേടിച്ചില്ല ഗൈസ്. ഞാൻ സാരി ഒന്നും എടുത്ത് കൊടുത്തില്ല ഏട്ടാ, ഈ മനുഷ്യനിക്ക് തന്നില്ല. കൊടുക്കാനുള്ള വേറെ ഒന്നുമില്ല, നമ്മ ഇങ്ങനെ താരി ഇതൊക്കെ എടുത്തപ്പോ പൈസ കുറച്ച് ഷോർട്ടായി അല്ലേ. ഷോർട്ട് മാത്രല്ല, നമ്മ പെട്ടെന്ന് തീരുമാനം എടുത്തതാ. പെട്ടെന്നായിരുന്നു തീരുമാനം. അമ്മയുടെ ദേഷ്യം കൊണ്ട് പറ്റിയെന്താ പറയാ, ഞങ്ങൾ നല്ല ഇഷ്യൂ ചെയ്യുന്നല്ലേ ആ വീട്ടിൽ, നല്ല ഇഷ്യൂ ചെയ്യുന്ന. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തും കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആരുടെ കൂടെ പറഞ്ഞു എന്നോട് നിൽക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഇതാക്കി. പക്ഷെ അധികം ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല ഗൈസ്. ഒരു ചെറിയ തല്ലിയിടയ്ക്ക് ആദ്യം പണി ചെയ്തു, കുഞ്ഞതല്ലി അതിൻ്റെ കൈയൊക്കെ മുറിച്ച്. കൈ മുറിച്ചിട്ടൊന്നുമില്ല, കൈ മുറിച്ചിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ട് രാത്രി വിളിച്ചിട്ടുണ്ട് ചെന്ന് ശരിയാണ്. കൈ മുറിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പറ്റിക്കണേ 2-3 ചോര പോലും കുറച്ച് ചേട്ടനുള്ള രക്ഷപ്പെട്ടെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കാനല്ല, ടെൻഷൻ അടിച്ചാൽ ഞാൻ ബോധം കെട്ട് വീഴും. അതൊരു പ്രശ്നമുണ്ട് കേട്ടോ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാറില്ലേ. അങ്ങനത് നമ്മളെ വീട്ടിലൊക്കെ വന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി 2-3-4 ദിവസമൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നുണ്ട് കേട്ടോ, തോന്നലൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനൊക്കെ ഇപ്പതേ ജീവിച്ച് ഉടൻ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പതേ ഞാൻ മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, പാമ്പടിയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളെന്ന് നല്ലൊരു തുക ഒക്കെ പൊട്ടിയിട്ടുണ്ടായി. ജൂബിലിയിലായിരുന്നു കിടന്നിരുന്നു കേട്ടോ.
അപ്പം ഞാൻ മിനിഞ്ഞാന്ന് ആശുപത്രിയിൽ പോയിരുന്നു. മിനിഞ്ഞാന്നാണ് ഇന്നലെയാണോ? ഇന്നലെ ഇന്നലെ ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെള്ളം കൂടി കുറയ്ക്കാം, പുറത്ത് മാറിയത് നോക്കണ്ട, ആകെ എപ്പോഴും ശരിയായിട്ടില്ല. അതായത് ഞാൻ പോണടത്തേക്ക് ശരീരം എത്താറായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വെള്ളം കൂടി നന്നായിട്ട് നോക്കാൻ പറഞ്ഞു. ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് പറഞ്ഞു. വെള്ളം ദാഹിക്കുമ്പോൾ മാത്രം കുടിക്കുക, ഫ്രൂട്ട്സ് പരമാവധി ഒഴിവാക്കാന്നൊക്കെ പറയുന്നു. അങ്ങനെ ഡോക്ടർ ഗുളിക 2-3 ഇങ്ങനെ കുറച്ചൊക്കെ തന്നു. അപ്പം നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെ ഇപ്പോഴും ജോലിക്ക് പോയി തുടങ്ങിയിട്ടില്ല ആളെ. അപ്പം അതിൻ്റെ ഒക്കെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണിക്ക് പോവാന്ന് പറഞ്ഞു, പക്ഷെ വെയിൽ കൊള്ളല്ലേ എന്ന് ഡോക്ടർ പറയുന്നു. ഞാൻ എന്തായാലും പോയി നോക്കണം. മഴ വന്നതിന് എന്തായാലും കുടുംബത്തിരിപ്പാണ്, വീട്ടിൽ കണ്ടും കണ്ടും നോക്കിയിരിക്കുകയാണ്. അപ്പം നമ്മളെ വീഡിയോ ഇത്ര അല്ലേ ഉള്ളൂ തന്നെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്ര ഉള്ളൂ. ഞങ്ങൾ ജീവിതം ഹാപ്പിയാണ്. തല്ലും വഴക്കൊന്നുമില്ല കേട്ടാ. ഞങ്ങൾ ഫുള്ള് എന്തെങ്കിലും 5 മിനിറ്റ് അല്ലാണ്ട് അതിന്റെ ഫുള്ള് പോകുന്നില്ല. അതന്നെ തല്ലുകൂടിയാലും അങ്ങോട്ട് വീട്ടിൽ പോവും. ഞാൻ പോണു, ഞാൻ എൻ്റെ വീട്ടിൽ പോണു. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് തിരിച്ചു തന്നെ വരും. പോവൂല. പറയല് മാത്രമേ ഉള്ളൂ, പോകുന്നില്ല. ഒരട്ടം ഞാൻ പോയിട്ട് സത്യമായിട്ട് ഞാൻ പോയി. ഒരു പ്രാവശ്യം ഇറങ്ങി പോയി. ഞാൻ വീട്ടിൽ പോയി നടന്ന് ഇവിടുന്ന് ചന്ദ്രാപ്പിന്ന് പലപ്പാട് വരെ നടന്നു. അതായത് 7-8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു ദേഷ്യം കൊണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ വണ്ടി ഉള്ളതുകൊണ്ട് അന്വേഷിച്ചു പോയി. വണ്ടി ഇല്ലെങ്കിൽ അന്വേഷിക്കൂലായിരുന്നു. അപ്പൊ രാത്രിയല്ല വൈകിട്ടായപ്പോ തിരിച്ചെത്തി. എന്നിട്ട് അച്ഛനെ മേലെ നിന്നിട്ട് വിളിച്ചിരുന്നു. എല്ലാവരും അപ്പൊ തിരിച്ചാമത്തുള്ള ഒന്നാമത് എല്ലാവരും പ്രായത്തിന്റെ അല്ലേ എന്നിട്ട് എല്ലാവരും ക്ഷമിച്ച് കളയുന്നു. ഇനി പക്ഷെ പ്രായം കൂടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ക്ഷമ ഉണ്ടാവും. അപ്പൊ നമ്മളെ വീഡിയോ ഇത്ര ഉള്ളു. അപ്പൊ ഇത്ര ഉള്ള വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാം, ബെൽ ബട്ടൺ അടിച്ചിട്ട് ലൈക്ക് ഷെയർ. ഓക്കെ ബൈ.